അസ്സലാമു അലൈക്കും. ജീവിതം എന്നത് സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണല്ലോ. ഒരു കയറ്റത്തിന് ഒരിറക്കം പോലെ, ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച പോലെ, അങ്ങനെ അതുപോലെയാണ് മാഷിയുടെ ജീവിതവും. സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞിരുന്നിടത്ത് പെട്ടെന്ന് അവൾ ഒറ്റപ്പെട്ടു പോയി. ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. ആകെയുള്ളൊരു സഹോദരൻ പ്രണയത്തിന് പിറകെ പോയപ്പോഴും പഠിച്ചവൻ കൈവിടില്ല എന്ന ചിന്തയിൽ ജീവിതം ക്ഷമിച്ചു അവൾ. ആ ക്ഷമയ്ക്ക് പകരം കിട്ടിയത് എന്താണ്? കളങ്കമില്ലാതെ സ്നേഹം പകുത്തു നൽകുന്ന ഒരു കൂട്ടം മനുഷ്യരിലേക്ക് അവൾ എത്തപ്പെട്ടു. അവൾക്കവരും പ്രിയപ്പെട്ടതായിരുന്നു. ജീവിത സാഹചര്യം മാറി. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു. 3 മക്കളുണ്ടായിരിക്കെ ഒരു കുഞ്ഞിന് കൂടി അവൾ ഉമ്മയായി. കരുണ കാണിച്ചവളിലേക്ക് ജീവിതത്തിൻ്റെ പാതിയാവാൻ അവനും കൊതിച്ചു. അതൊരു നിയോഗം തന്നെയായിരുന്നു. ഇന്നവൾ സന്തോഷവതിയാണ്. കിട്ടിയതിൽ അങ്ങേയറ്റം നന്ദിയുള്ളവരും. എന്നാൽ മറുപുറമോ, അന്നത്തെ ആ രാത്രി മാഷിത പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ അവനെന്ന തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു. സ്നേഹവും പ്രണയവും രക്തബന്ധവും എല്ലാം തച്ചുടച്ച് ഒരു പെണ്ണുടലിന് വേണ്ടി കൊതിച്ച ആ നിമിഷത്തെ കൈസ് പഴിച്ചു. ആർത്തു പെയ്യുന്ന മഴയിൽ അവനൊരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. ഇനി എന്തിനാണ് ജീവിതം എന്ന് വരെ ചിന്തിച്ചു. മരണത്തിൻ്റെ ചൂരവനെ പൊതിഞ്ഞു. അവനെ മാടി വിളിച്ചു ദൂരെ ഇരുളിൻ്റെ അറ്റത്തേക്ക്. പാശ്ചാത്തപിക്കാതെ മരണത്തിലേക്ക് ചാടാൻ പിശാച് അവനെ നിർബന്ധിച്ചു. മുന്നിൽ തെളിഞ്ഞു വരുന്ന ഓരോ വാഹനങ്ങളിലേക്കും അവൻ്റെ കണ്ണുകൾ മരണത്തെ പരുതി. ഒരു നിമിഷം കൊണ്ട് തീരണം, അതാണ് അവൻ്റെ മനസ്സും പറയുന്നത്. അതൊരു ലോറിയായിരുന്നു. പിന്നീടൊന്നും ചിന്തിക്കാതെ എടുത്തു മുന്നിൽ ചാടുന്നേരം ധൈര്യം അവനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. കാലിലൂടെ, അരക്കെട്ടിലൂടെ, നെഞ്ചിലൂടെ. അവസാനം അവൻ്റെ തലയിൽ തകർത്ത വാഹനം കടന്നു പോകുമ്പോൾ, മരണത്തിൻ്റെ വേദന രുചിക്കുമ്പോൾ, മരണം മാലാഖയുടെ കണ്ണിലെ കോപം കണ്ടവൻ യാചിച്ചു, എനിക്ക് മരിക്കണ്ട. മരണത്തിനപ്പുറം കടക്കുന്ന ലോകത്തിൻ്റെ ഭയം അവനെ കവർന്നു. ആത്മാവിൻ്റെ ചലനം അവനറിഞ്ഞു. ഉടലിൽ നിന്നും അത് വേർപെട്ടു പോകുന്ന കഠിന വേദനയിൽ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവനൊന്ന് നിരങ്ങി. അവസാനം ആ കണ്ണുകൾ അവൻ്റെ ആത്മാവിന് പുറകെ തുറച്ചു നോക്കി. നൂറിൻ്റെ മരണവും കൈസിൻ്റെ ആത്മഹത്യയും ലഹരി വിൽപ്പനയും അതിൻ്റെ ഉറവിടവും കണ്ണികളും. 2 ആഴ്ചയോളം മീഡിയ നിറഞ്ഞാടിയ വാർത്തയായിരുന്നു അത്. ഒന്ന് വേദനിച്ചെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് മനഃപൂർവ്വം ചിന്തിക്കാതെ ഒഴിഞ്ഞു മാറി മാഷി. മക്കളെ പോലും അറിയിക്കാതെ അവളത് പൊതിഞ്ഞു പിടിച്ചു. ചിന്നിച്ചിതറിയ ശരീരം മക്കളെ കാണിക്കാൻ തോന്നിയില്ല മാഷിക്ക്. അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് തന്നെ കിട്ടിയെന്നാണ് ഉമ്മയുടെ പ്രതികരണം. എങ്കിലും അവന് വേണ്ടി കണ്ണീരൊഴുക്കാതെ ഇരുന്നില്ല. മകനാണ്, സ്നേഹിച്ച് മോഹിച്ച് വളർത്തി വലുതാക്കിയവനാണ്. ഹൃദയം നോവും. ഉപ്പ ആ വാർത്ത കേട്ടതിന് ശേഷം മൗനത്തിലായതാണ്. പിന്നെ ആരോടും അധികം മിണ്ടിയിട്ടില്ല. ഉള്ളിൽ ഒതുക്കി വെച്ചു, വെന്ത് തീരാൻ. ഉവൈസിനെ എവിടെയൊക്കെയൊന്ന് വേദനിച്ചു. ഒന്നിച്ചു കളിച്ചു വളർന്നവർ, സന്തോഷത്തിലും ദുഃഖത്തിലുമല്ല കൂട്ടുനിന്നവൻ. ഒരവസരത്തിൽ ആ ബന്ധത്തിന് വിള്ളൽ വന്നു എങ്കിലും അവൻ എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ ഉപ്പ. പക്ഷേ 2 മാസങ്ങൾ കഴിഞ്ഞുപോയി. ജുനൈസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മാഷിയും മക്കളും. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നവളെ കുറച്ച് നേരമായി ജുനൈസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നാളുമില്ലാത്ത അവളുടെ കാട്ടിക്കൂട്ടുകളിൽ എന്തിനാണെന്നറിയാമെങ്കിലും ജുനൈസ് കണ്ണുമ ചിമ്മാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട് ജുനൈസ്. അതിനൊരു കാരണവുമുണ്ട്. ഈ വർഷത്തെ മികച്ച വനിതാ സംരംഭക അവാർഡ് ജേതാവാണ് മുന്നിൽ നിൽക്കുന്ന ഈ മുതൽ. 14 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന M&Mൻ്റെ ഫർണിച്ചർ ശൃംഖലയുടെ എടുപ്പും പകിട്ടുമുണ്ട് മാഷിക്ക്. 100-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിലൂടെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് മാഷിത. വനിതകൾക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് ഓരോ ഷോപ്പും പ്രവർത്തിക്കുന്നത്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ മുന്നോടിയാണ് ഈ കാണുന്ന പ്രഹസനങ്ങൾ. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് കിടന്നിടത്ത് നിന്ന് ജുനൈ എഴുന്നേറ്റത്. മീശത്തുമ്പെന്ന് കടിച്ച് അവളുടെ പിറകിൽ വന്നു നിന്നു അവൻ. മാഷി, എനിക്കൊരു മോളെ കൂടി വേണം മാഷിത, നിന്നെപ്പോലെ. അവളുടെ ചെവിയോരം ചേർന്നവനെന്നും മൊഴിഞ്ഞു. ഉള്ളിൽ പിറവിക്കൊണ്ട അവനിലെ ജീവൻ്റെ തുടിപ്പിനെ അവളൊന്ന് മെല്ലെ തഴുകി. എനിക്ക് ആഗ്രഹമുണ്ട് ഒരാളെ കൂടി, നിനക്ക് പറ്റുമോ? ഒരു അനുവാദം കണക്കെ അവനെന്ന് ചോദിച്ചു. ഒരു മറുപടിയും കൊടുക്കാതെ നിന്നതേയുള്ളൂ അവളും. പിന്നൊന്നും പറയാതെ പുറത്തേക്കിറങ്ങി. 1-2 ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിലും വീണ്ടും ആദ്യത്തെ പോലൊരു പകപ്പുണ്ടാവും മാഷിക്ക്. എൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ജുനൈസിനോട്. അവനുണ്ടെങ്കിൽ ഒരു പടി ധൈര്യം കൂടുതലാണ് അവൾക്ക്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1-2 സ്ഥലങ്ങളിൽ കൂടി കയറിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വന്നപ്പാടെ വയ്യ എന്ന് പറഞ്ഞ് അവൾ കിടന്നിരുന്നു. മക്കളൊക്കെ അവരവരുടെ കുഞ്ഞു കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. എല്ലാത്തിനും ഒരു ചിട്ട പഠിപ്പിച്ചിട്ടുണ്ട് മാഷി. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നതിലാണ് ഭംഗിയെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മാഷിയുടെ വാക്കുകളാണത്.
മക്കൾക്ക് പിന്നെ റോൾ മോഡൽ അവരുടെ ഉമ്മച്ചിയാണല്ലോ. ഡ്രസ്സും മാറി മേലും കഴുകി ഓരോരുത്തരായി മാഷിയുടെ ഇടവും വലവും ഒക്കെ കിടന്നു കഴിഞ്ഞു. മക്കൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ജുനൈസ് മെല്ലെ അവളെന്ന് തോണ്ടി. ശരിക്കും സ്നേഹിക്കാൻ തോന്നുന്നുണ്ട് അവളെ. ഇല്ലെങ്കിലും ഒന്ന് അടുത്ത് കിടന്നാലും മതി. ഉറക്കത്തിൻ്റെ സുഖത്തിൽ അവൻ തോണ്ടിയതും വിളിച്ചതും ഒന്നും അവൾ അറിഞ്ഞില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ അവളെ വീണ്ടും വിളിച്ചത്. എന്നിട്ടും ഉറക്കം വിട്ടിട്ടില്ല അവളുടെ കണ്ണൊന്ന് തുറന്നടച്ചു. അവളില്ലാതെ കിടക്കാൻ പറ്റില്ലെന്ന പോലെ അവനും. പിന്നെ ഒന്നും നോക്കാതെ പിടിച്ചു വലിച്ചുയർത്തി മക്കളെ ഉണർത്താതെ കയ്യിലേക്ക് ചായ്ച്ചിരുത്തി കവളിലൊന്ന് തട്ടി വിളിച്ചു. മാഷിത്താ. അവനൊന്ന് ചിണുങ്ങിയിട്ടാണ് വിളിച്ചത്. ഒന്ന് വന്നെൻ്റെ കൂടെ കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നില്ല. ശരിക്കും അവന് ഉറങ്ങാൻ കൂടി തോന്നുന്നില്ല. അവളിങ്ങനെ കൂടെയില്ലാതെ ഒന്ന് മിണ്ടാതെ കൊഞ്ചാതെ ചുണുങ്ങാതെ എങ്ങനെ ഉറക്കം വരാനാണ്? പകൽ മക്കൾക്ക് അവളെ വേണം. പിന്നെയുള്ളത് ഈ രാത്രിയാണ്. തണുപ്പും ചൂടും കുളിരുമൊക്കെ മാറി മാറി വരുന്ന ഈ രാത്രി. അവൾ മെല്ലെ കണ്ണു തുറന്നു. അവൻ്റെ ഈ പുതിയ ശീലങ്ങളൊക്കെയും അവൾക്കറിയാം. മക്കൾ ഉറങ്ങാൻ കാത്തു നിൽക്കുന്നവനെ അവൾ ദിനവും കാണുന്നതാണല്ലോ. അവളങ്ങ് ചുരുങ്ങിക്കൂടി അവൻ്റെ ചൂടിൽ അലിഞ്ഞു. എഴുന്നേറ്റ് വാ. രാത്രിയുടെ ഇരുട്ടും അവൻ്റെ പതുങ്ങിയുള്ള സംസാരവും അവൾക്ക് ചിരി വന്നു. ഇതെന്താ കള്ളന്മാരെ പോലെ? ഇപ്പോൾ ഞാനും ഒരു കള്ളനാ. ഈ മക്കൾക്കിടയിൽ നിന്നെ കട്ടെടുക്കാൻ വന്ന നിൻ്റെ സ്വന്തം കള്ളൻ. ഈ മുതൽ കൂടെ പോരുന്നോ അതോ ഞാൻ കട്ടുകൊണ്ട് പോണോ? അവനും ഒന്ന് ഉഷാറായി. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. അവനിൽ നിന്നും അടർന്ന് അവളെ എഴുന്നേറ്റു. മക്കളെ ഒന്നുകൂടി പുതപ്പിച്ച് ഒരു ഡ്രസ്സും കൊടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. ദേഹത്തേക്കെങ്കിലും എങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു. വല്ലാതെ തണുക്കുന്നത് പോലെ. സോപ്പ് എടുത്തതും അതിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൾക്ക് ഓക്കാനും വന്നു. കുടൽമാല പുറത്തും വരെ അവളുടെ ഉള്ളിൽ നിന്ന് കുറച്ച് ദഹിക്കാത്ത ഭക്ഷണവും പിന്നെ കുറച്ച് കയ്പ് കലർന്ന മഞ്ഞവെള്ളവും പുറത്തേക്ക് വന്നു. ഇപ്പോൾ വായ നിറയെ കഴിച്ചിട്ട് വയ്യെന്നായി. പൈപ്പിലെ വെള്ളം കൊണ്ട് വായ നല്ലവണ്ണം കഴുകി ഒന്നുകൂടി ദേഹം നനച്ച് ഡ്രസ്സും ഇട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ വല്ലാതെ കിതച്ചു പോയിരുന്നു അവൾ. വിശക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. നേരെ അടുക്കളയിലേക്കാണ് പോയത്. ഓട്സ് ഇരിപ്പുണ്ട്, പക്ഷെ പാല് കുടിക്കാൻ മടി വരുന്നു. എന്തായാലും ഒന്ന് പാത്രത്തിൽ വെള്ളവും വെച്ച് അതിലേക്ക് കുറച്ച് ഓട്സും ഇട്ട് ഗ്യാസ് ഓണാക്കി. വെന്ത് വന്നപ്പോൾ പഞ്ചസാര കഴിക്കാൻ തോന്നുന്നില്ല. അല്പം ഉപ്പിട്ട് അത് ആറാനായി മാറ്റിവെച്ചു. വിശന്നിട്ട് നിൽക്കാൻ പറ്റാത്തതുപോലെ ദേഹം കുഴയുന്നുണ്ട്. അവൾ വേഗം അതെടുത്ത് കഴിച്ചു. വിശപ്പൊന്നാറി. പിന്നെ പാത്രവും കഴുകി ലൈറ്റ് ഓഫാക്കി വരുമ്പോൾ ജുനൈസ് ആളിരിപ്പുണ്ട്. എനിക്ക് വിശന്നു പറഞ്ഞുകൊണ്ട് അവനെ അതിലേക്കിരുന്നതും കഴിച്ചതെല്ലാം അപ്പടി പുറത്തേക്ക് വന്നിരുന്നു. കുറച്ചൊക്കെ അവൻ്റെ ദേഹത്തേക്ക് വീണതിൻ്റെ വിഷമത്തിലാണ് മാഷി ഒന്ന് തല പൊക്കിയത്. അവളെ തന്നെ നോക്കിയിരിപ്പുണ്ട് അവനും. ഒന്നും മിണ്ടാതെ ഔഷധം മറന്ന് അടുക്കളയിലേക്ക് നടന്നവൾ മുഖവും കയ്യുമൊക്കെ ഒന്ന് കഴുകി മോപ്പും ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വേഗത്തിൽ അവിടമൊക്കെ വൃത്തിയാക്കി. അപ്പോഴേക്കും ജുനൈസ് അങ്ങനെ തന്നെ ഇരുന്നു, അവളുടെ ഓരോ പ്രവൃത്തികളും നോക്കിക്കൊണ്ട്. എന്താ മാഷി, എന്താ ഇങ്ങനെ ഛർദ്ദിക്കുന്നത്? അത് ഗ്യാസിൻ്റെ ആവും ജുനൈസക്ക. ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. അതും പറഞ്ഞ് അവൾ വീണ്ടും മക്കളുടെ അടുത്ത് പോയി കിടന്നുറങ്ങി. 2-3 ദിവസങ്ങൾ കൊണ്ട് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ജുനൈസ് ചില നേരങ്ങളിൽ അഭിനയിക്കുന്നത് പോലെയാണ് ചിരിക്കുന്നത്. സന്തോഷമാണെന്ന് അറിയിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് തെളിയിക്കാൻ. പഴയൊരു ഉന്മേഷമില്ല. രാത്രിയിൽ തനിക്ക് വേണ്ടി മാത്രം കൂടെ വന്ന് കിടക്കും. 1-2 വർത്തമാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കും. അവളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്ന തനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ തോന്നലാവാം എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞതാണ്. പക്ഷെ അല്ല, അവൻ ചിലതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി. വേഷം മാറി വരുമ്പോൾ ഒരറ്റത്തേക്ക് ഒതുങ്ങിക്കിടപ്പുണ്ടവൾ. ഉറങ്ങിയിട്ടില്ല, അതവന് ഉറപ്പാണ്. അരികെ കിടന്നിട്ട് മിണ്ടാൻ വരാത്തവനെ കുറിച്ച് തന്നെയാണ് അവളുടെ ചിന്തയും. അല്ല, എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാനാണ് പ്ലാൻ? അവളിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് ആ ചോദ്യം വന്നത്. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടും രാവിലെ ഒന്നും മിണ്ടാതെ നിന്നവളെയാണ് അവനോർത്തത്. അവൾ അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്നതാണ് അവൻ്റെ പ്രശ്നം. ഒന്നിച്ച് സന്തോഷം പങ്കിടുന്ന അവളെ പുണർന്ന് നിൽക്കുന്ന സ്നേഹചുംബനം നൽകുന്ന എത്ര നിമിഷങ്ങൾ സ്വപ്നം കണ്ടതാണ്. വയ്യ എന്ന് പോലും പറയാൻ വയ്യ അവൾക്ക്. എന്തുകൊണ്ട്? അതാണ് അവനും അറിയേണ്ടത്. അവളെ തിരിച്ചു കിടത്തി ആ മുഖത്തേക്ക് തന്നെ നോക്കിയവൻ. ഭാര്യയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ആളാണോ എന്ന് നോക്കിയതാണ്. അതാ ഞാൻ ഒന്നും പറയാഞ്ഞത്. അവളുടെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. പറ്റുമായിരുന്നു മാഷിത നിനക്ക്? അവന് ആശങ്കയായി. പറ്റാതിരിക്കാനേ, ഇത് അത്ര വലിയ പണിയൊന്നല്ല കേട്ടോ. അവൾ ചിരിച്ചു. 3 മക്കളെ പ്രസവിച്ച 4 മക്കൾക്ക് പാലൂട്ടിയ അവളതിനെ നിസ്സാരമാക്കി.
ഒരു കുഞ്ഞു ജീവനെ വയറ്റിൽ ചുമന്നിട്ട് ഇഷ്ടങ്ങളൊക്കെയും ത്യജിച്ചു കളഞ്ഞിട്ട് അനക്കങ്ങളും കുതിപ്പുകളും നോക്കി കാത്തിരിപ്പിൻ്റെ ദിനങ്ങളെങ്ങെ ഭൂമിയിലേക്ക് അവർ പിറവിയെടുക്കുന്ന നിമിഷം എല്ല് പൊടിയുന്ന വേദന സഹിച്ചവർ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ്? അലറിക്കരയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണീരും ചിരിയും ഒപ്പം കലർത്തുന്നത് എന്തിനാണ്? വേദനയൊക്കെയും മറന്ന് മരുന്നായി അമ്മിഞ്ഞു നൽകുന്ന മാരടം ചുരത്തുന്നതിന് എന്തിനു വേണ്ടിയാണ്? മഹത്തമായ പദവിയാണെന്ന ബോധം പടച്ചവൻ നൽകുന്ന പ്രതിഫലത്തിൻ്റെ ആയം. വീണ്ടും ഉമ്മയാവാൻ അവളെന്തിനു മടിക്കണം? അവൾക്ക് സന്തോഷമാണ്. ഉമ്മയും ഉപ്പയും ചേർന്ന് കൊഞ്ചിക്കുന്ന ഒരു കുഞ്ഞിനെ കാണണം മാഷിത്ത. എനിക്കും ആ ഭാഗ്യം കിട്ടിയില്ല. അത് പറഞ്ഞതും അവളവൻ്റെ വായ പൊത്തിയിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ? കഴിഞ്ഞു പോയതൊക്കെയും മറന്നു പോകുന്ന മരുന്നുണ്ടെൻ്റെ കയ്യിൽ. അവളവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അതിരങ്ങൾ കവർന്നു ഉടലുകൾ വേർപെട്ടു പോകാത്ത വിധം അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഞാനുള്ളപ്പോൾ ഇനിയും ഇനിയും വേദന പറയുന്നത് എന്തിനാണെന്ന് തോന്നി അവൾക്ക്. അവൻ്റെ വേദനയ്ക്കുള്ള മരുന്നാകാൻ കൂടിയല്ലേ താനും ഇപ്പോൾ അവനിലെ ജീവനെ ചുമക്കുന്നത്. ഇരുട്ട് വെട്ടത്തിന് വഴിമാറി രാവും പകലുകളും പൂത്തു. സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു അവയൊക്കെയും. ജുനൈസിൻ്റെ ഉമ്മ വിശേഷം അറിഞ്ഞതേ നാട്ടിലേക്ക് എത്തിയിരുന്നു. അതവർ അവരോട് തന്നെ ഉടമ്പടി തീർത്തൊരു കാര്യമാണ്. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്, ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തം പോലെ വേണമെന്ന്. അതിനപ്പുറം അവനെന്ന മോനെ അവരിപ്പോൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു വേദനകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ മക്കളെ സുഹൈലാൻ്റെ അടുത്തേക്ക് ആക്കിയിരുന്നു മാഷി. ഇവിടെ ഉമ്മയുണ്ട്. ജുനൈസ് ലീവെടുത്ത് കൂടെ തന്നെയുണ്ട്. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് കയറിയതാണ് മാഷി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം. കുളിച്ച് വേഷം മാറിയതും ടപ്പെന്ന ശബ്ദത്തോടെ വെള്ളം പൊട്ടി വീണിരുന്നു. പേടിയൊന്നും അവൾക്ക് തോന്നിയില്ല. വേഗം വൃത്തിയായി ഉമ്മയോട് കാര്യം പറഞ്ഞു വൈകാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അവളുടെ കണ്ണിലെ ധൈര്യത്തിലാണ് ജുനൈസ്. അത്രയും കൂളായിട്ടാണ് ആ ഇരിപ്പ്. വഴിക്ക് വെച്ച് കരിക്കിൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിപ്പിച്ച് കുടിച്ചിരുന്നു. ചിലപ്പോൾ ലേബർ റൂമിൽ കയറ്റിയാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ജുനൈസ് ധൃതി പിടിച്ചു. അവന് നല്ല പോലെ ടെൻഷനുണ്ട്. യേശുവിൻ്റെ കാര്യം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഓർമ്മയിൽ വന്നു പോകും. ഒന്നും വരുത്തല്ലേ എന്നവൻ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിലെത്തിയതും നേരെ റൂമിലേക്ക് തന്നെയാണ് അവളെ കൊണ്ടുപോയത്. ആദ്യത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് കിടത്തിയിട്ടുണ്ട്. വേദന അല്പാൽപമായി കൂടിയും കുറഞ്ഞും വന്നു പോകുന്നുണ്ട്. സഹിച്ചു പിടിച്ചു അവൾ. അടുത്തുള്ള ബെഡുകളിൽ നിന്നൊക്കെ കരച്ചിലും പദം പറച്ചിലും കേൾക്കുന്നുണ്ട്. മാഷിയിൽ വേദന ഏറി തുടങ്ങി. കരഞ്ഞില്ലെങ്കിലും കണ്ണുനീർ ചെന്നൈയിലൂടെ ചാലിട്ടൊഴുകി. വേദന അസഹ്യമായതും എല്ലുകൾ തെന്നി മാറുന്നത് പോലെ. സിസ്റ്റർ, അവൾ പറ്റാവുന്ന ശബ്ദത്തിൽ നിരങ്ങി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഡെലിവറി നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ കൂടെ നിന്നവരുടെ ശ്രദ്ധ അവളിൽ നിന്നും മാറിയ നിമിഷം ഒരു കരച്ചിലൂടെ ഭൂമിയിലേക്കൊരു പൈതൽ കൂടി പിറവിയെടുത്തു കഴിഞ്ഞിരുന്നു. മോനാണ്. കണ്ണുനീർ തുടച്ച് ഉമ്മയെ നോക്കി പറഞ്ഞു ജുനൈസ്. ഉമ്മയാണ് കുഞ്ഞിനെ വാങ്ങിയത്. ജുനൈസ് അവൻ്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും ചൊല്ലിക്കൊടുത്തു. മാഹീനും സൈറയും കൂടെയുണ്ട്. കണ്ടിട്ടും കൊതി തീരാത്ത പോലെ ജുനൈസ് അവനെ തലോടി. അകത്തൊരുപ്പോൾ വാടിത്തളർന്ന് കിടപ്പുണ്ടാവും. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയ നിമിഷം തൊട്ട് ജുനൈസ് കാത്തിരിക്കുന്നത് അവളെയാണ്. 5 മണിക്കൂറിന് ശേഷമാണ് അവളെ റൂമിലേക്ക് മാറ്റിയത്. മുഖമൊക്കെ ചുവന്ന് വീർത്തിരിപ്പുണ്ട്. എങ്കിലും ഒരു ചിരി ആ മുഖത്തുണ്ട്. വീൽചെയറിൽ നിന്ന് അവളെ എഴുന്നേൽക്കാൻ സഹായിച്ചതും ബെഡിലേക്ക് കിടത്തിയതും ജുനൈസാണ്. സന്തോഷമായോ? അവൻ അകന്നു മാറും മുമ്പേ അവൾ മെല്ലെ ചോദിച്ചു. ആ ചോദ്യം തീരും മുമ്പേ അവളുടെ ഇരു കണ്ണുകളിലേക്കും അവൻ ചുംബിച്ചിരുന്നു. പിന്നെ ആ കവിളിലേക്കും നെറ്റിയിലേക്കും. അറിയാം, തന്നെക്കാൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ലേബർ റൂമിൽ നിന്ന് തിരികെ ഇറക്കിയ യേശുവിൻ്റെ ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് ആദി പിടിക്കുന്നതും തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ആശങ്ക പറയുന്നതും പൊതിഞ്ഞു പിടിച്ച് കരയുന്നതും ഒക്കെ കണ്ടിട്ടാണല്ലോ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. വേദന തീവ്രതയിൽ ഏറിയിട്ടും അതിനെ പ്രകടമാകാതെ മറച്ചു പിടിച്ചതും ഈ ഉള്ള ആളിൻ്റെ ഉള്ളു നോവാതിരിക്കാൻ വേണ്ടിയാണ്. ഉമ്മച്ചൂടിൽ ചേർന്ന് കിടക്കുന്ന കുഞ്ഞുമോനെ ഒന്ന് നോക്കി മാഷി. ജുനൈസിനെ പോലെ തോന്നിയവൾക്ക്. രാത്രി വരെ മാഹീനും സേറയും അവിടെ ഉണ്ടായിരുന്നു. മക്കളെ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ഉവൈസ് മാത്രം വന്നാണ് കുഞ്ഞിനെ കണ്ടത്. പിറ്റേന്ന് മക്കളെ പോയി കൊണ്ടുവന്നത് ജുനൈസാണ്. വലിയ ഇത്താത്തയെ പോലെ മറിയും ജുമിയും മുന്നുവിനെയും പിടിച്ച് ശ്രദ്ധയോടെ നടപ്പുണ്ട്. ഇച്ചിരി തലയോടപ്പോടെ മുസമ്മവും കൂടെയുണ്ട്. അവർക്ക് പിറകിൽ ജുനൈസും. അവനൊരു പ്രൗഢി തോന്നി. 5 മക്കൾക്ക് ഉപ്പയാണ് ഞാൻ. ഒരു വലിയ കുടുംബത്തിൻ്റെ നാഥനും. കൈസിനോട് ഈ സമയം ഒരിഷ്ടം തോന്നി അവന്. വേണ്ടെന്ന് വച്ചത് തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മോൾക്ക് ഉമ്മയുടെ സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും കിട്ടിയില്ലേ? ഈ 5 മക്കളെയും
ഒരുപോലെ സ്നേഹിക്കണം. ആ ഒരു ഉപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി ഹൃദയത്തിലാണ് വന്ന് പതിക്കുന്നത്. ആ 4 പേരെയും ചേർത്ത് കൊണ്ട് തന്നെയാണ് അവൻ റൂമിലേക്ക് കയറിയത്. അവളുടെ മാറ് വീണ്ടും ചുരത്തുന്നുണ്ട്. കയ്യിൽ തങ്ങളുടെ 5-ാമന് നിശബ്ദമായി കിടന്നിടം നിമിഷങ്ങൾ കൊണ്ട് ശബ്ദമുഖരിതമായി. ഉമ്മയെയും വാവയെയും തൊട്ടും തലോടിയും ആ 4 സംഘം. ജുനൈസ് അവളെ നോക്കിയിരിപ്പാണ്. മാഷി അവരുടെ ഓരോ സംശയത്തിനും മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രണയം നിറച്ചൊരു നോട്ടം ജുനൈസിൽ നിന്നും അവളിലേക്ക് നീണ്ടതും ആ ഒരു നിമിഷം അവളും അവനെ ഒന്ന് നോക്കിപ്പോയി. കണ്ണുകൾ കൊണ്ട് കഥ പറയാൻ പറ്റും. മറുവശം നമ്മുടെ പ്രിയപ്പെട്ടവനാണെങ്കിൽ അവളൊന്ന് കണ്ണു ചെമ്പി അവനും. ഇൻഷാ അല്ലാഹ് ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ കഥയുമായി നമുക്ക് കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.